നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കൺമുന്നിൽ കൊലയാളി. ജിഷയുടെ കൊലയാളി പിടിയിൽ. ക്രൂരകൃത്യം നടത്തിയത് അസം സ്വദേശിയായ യുവാവ്. പ്രതി അമിയൂർ ഉൾ ഇസ്ലാം കുറ്റം സമ്മതിച്ചതായി പോലീസ്. ഉപേക്ഷിക്കപ്പെട്ട ചെരുപ്പിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിളിന്റെ DNA പരിശോധനയിലും കൊലയാളിയെക്കുറിച്ച് സ്ഥിരീകരണം. 1.5 മാസത്തിലധികമായി പോലീസിനെ നാണം കെടുത്തിയ കേസിൽ നിർണായകമായത് കൊലയാളി ഉപേക്ഷിച്ച ചെരുപ്പിൽ ജിഷയുടെ രക്തകോശങ്ങൾ കണ്ടെത്തിയത്. പ്രതിയിലേക്ക് വഴിതെളിച്ചത് ഉടമയെ തേടിയുള്ള അന്വേഷണം. ചെരുപ്പ് വിറ്റ കടയുടമയുടെ മൊഴിയും നിർണായകമായി. കൊലയാളിയും അസംകാരനായ മറ്റ് 3 പേരും ജിഷയുമായി മുൻപരിചയമുള്ളവർ. പ്രതിയുമൊത്ത് ജിഷ ഫോട്ടോയെടുക്കാൻ സ്റ്റുഡിയോയിൽ പോയിരുന്നതിനും തെളിവ്. കൊലയ്ക്ക് പിന്നിലെ കാരണം അവ്യക്തമെന്നും പ്രതി ലൈംഗിക വൈകൃതമുള്ളയാളെന്നും പോലീസ്. ജിഷയുടെ വീടിന് സമീപം താമസിച്ചിരുന്ന ഇയാൾ കൃത്യം നടന്ന ഏപ്രിൽ 28-നും ജിഷയെ കാണാനെത്തിയിരുന്നു. ജിഷയുമായി പ്രതി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതിനും ഒരുമിച്ച് സഞ്ചരിച്ചതിനും തെളിവ്. ജിഷ കേസിൽ പ്രതിയെ പിടികൂടാനായത് ആഭ്യന്തര വകുപ്പിനും പോലീസിനും പൊൻതൂവലെന്ന് മുഖ്യമന്ത്രി പിണറായി. കാരണമറിയാത്ത ക്രൂരത. ജിഷ കേസിൽ കസ്റ്റഡിയിലായ പ്രതി അമിയൂർ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി പോലീസ്. 24-കാരനായ പ്രതിയും ജിഷയുമായി അടുത്ത സൗഹൃദം. കൊല നടത്തിയ ശേഷം അസമിലേക്ക് കടന്ന പ്രതി തിരികെ തമിഴ്നാട്ടിലെത്തി. നേരത്തെ കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളിൽ ജിഷയ്ക്കൊപ്പമുള്ളത് ഇയാൾ തന്നെയെന്നും പോലീസ്. കൊല നടത്തിയത് അമിയൂർ ഇസ്ലാം തനിച്ചാണോ സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നോ എന്നതിൽ അവ്യക്തത. അതിക്രൂരമായ വിധം കൊല നടത്താനും രഹസ്യഭാഗങ്ങളിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനും പ്രേരകമായത് എന്ത് വൈരാഗ്യമെന്നതും അജ്ഞാതം. അതേസമയം ജിഷയുടെ അമ്മ രാജേശ്വരിയും സഹോദരി ദീപയും പല വിവരങ്ങളും മറച്ചുവെക്കുന്നതായും സംശയം. പ്രതികൾക്കൊപ്പം ഇവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അടവിന്റെ പേരിൽ അടി. കോൺഗ്രസ് ബന്ധത്തിന്റെ പേരിൽ പോരിനൊരുങ്ങി CPM ബംഗാൾ കേരള ഘടകങ്ങൾ. തിരഞ്ഞെടുപ്പ് ബാന്ധവത്തെ ന്യായീകരിക്കുന്ന ബംഗാൾ ഘടകത്തിനെതിരെ നാളെ ആരംഭിക്കുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ കേരളത്തിലെ നേതാക്കൾ ശക്തമായ നിലപാടിന്. ബംഗാൾ പാർട്ടിയുടെ കോൺഗ്രസ് സഖ്യത്തിന് മൗനസമ്മതം നൽകുന്ന യെച്ചൂരിയെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരം കേരള നേതാക്കൾ പാഴാക്കില്ലെന്ന് സൂചന. സഖ്യത്തെ തുടക്കം മുതൽ എതിർക്കുന്ന പ്രകാശ് കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ. അണനിറയുന്ന തർക്കം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി കേരളം. അണക്കെട്ടിലെ ജലനിരപ്പ് തമിഴ്നാട് 152 അടിയാക്കി ഉയർത്തിയാൽ സംസ്ഥാനം ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ്. ഇക്കാര്യത്തിൽ അനന്തര നടപടി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച്. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ അനുവദിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. അണക്കെട്ടിന് ബലക്ഷയമില്ലെന്ന തമിഴ്നാടിന്റെ വാദം വിദഗ്ധ സമിതി പരിശോധനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അതേസമയം ജയലളിത ഇപ്പോൾ ഈ ആവശ്യവുമായി പ്രധാനമന്ത്രിയെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് കാരണമെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല. അണക്കെട്ട് സുരക്ഷിതമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് പിണറായി നേരത്തെ പറഞ്ഞത് വിവാദമായിരുന്നു. ഇന്ധനത്തിൽ ഇരുട്ടടി. 1.5 മാസത്തിനിടെ ഡീസൽ വില 4ാം വട്ടവും വർദ്ധിപ്പിച്ച് പെട്രോളിയം കമ്പനികളുടെ ഇരുട്ടടി. ഡീസലിന് ഇന്നലെ അർദ്ധരാത്രി കൂട്ടിയത് ലിറ്ററിന് ₹1.26. നാമമാത്രമാണെങ്കിലും പെട്രോളിനുമുണ്ട് വില വർധന. കൂട്ടിയത് ലിറ്ററിന് 5 പൈസ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.